So we'll continue the same topic. Last week, we shared a thought from Psalm 68. We'll continue on that subject. As many of you know, this is a special day. It's a special day separated this country, and I think it's now all over the world separated this day for to honor our fathers. And I take this time to honor and greet you, especially Happy Father's Day to all our church those all the fathers in our church. I take this time to welcome, and I pray that God may bless you in the coming days. And I thought to share some thoughts about for the fathers this morning, but I understand our English messages will be focusing on our on that same topic. As I posted in our WhatsApp group, our fathers, they are the backbone, and they are the leaders, mentors, and pillars and strength of our homes, of our families. And I thank you for all what you all are doing for the Church of God, for the families. And all of our fathers are role models to their children. And I thank God for all of you. എല്ലാവരെയും ഓർത്ത്, നമ്മുടെ എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. Being a father is a great responsibility. And to be a great father, we must be a great husband. As a father, what we do will impact our generation, our next generation. Our children are watching, and they are learning by experiences, examples, and they will become the type of parents that we were. Let's be a role model to our children. In Proverbs chapter 20, verse 7, the righteous walks with integrity. His children are blessed after him. Let's walk with integrity in the family, in the community. And I pray that God's blessing be upon all our fathers. Now let's turn our Bibles to Psalm 68. Let's read verse 28. 68 സങ്കീർത്തനത്തിൻ്റെ 28 വാക്യം. Last week we discussed from the same chapter, same Psalm 68 from 24 to 27 last week. And we will focus on that particular verse today. And in the Psalm we just read is our strength. And I wanted to focus on that strength, God's strength available for us. Shall we read in Malayalam and both in English? നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. Can we read that in English also, please? Thy God had commanded thy strength. Strengthen, O God, that which thou
നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ആരാധിക്കുന്നവരെ, ദൈവത്തെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ചെറിയവരെ ഉയർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ചെറിയ ബെന്യാമിനെ ഉയർത്തി നായകനാക്കിയത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു. അത് മാത്രമല്ല, സ്തുതിക്കുന്ന ജനമായ യഹൂദയെ മാനിച്ചതും ഉയർത്തിയതും, പോർക്കളമേടുകളിൽ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന, തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന നഫ്താലിയെയും സെബുലൂനെയും മാനിച്ച ദൈവം ഇന്നും തൻ്റെ ജനത്തെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം പറയുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നമ്മുടെ ദൈവം തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, ദൈവിക ന്യായവിധിക്ക് ശേഷം നോഹ പെട്ടകത്തിൽ നിറങ്ങി ആദ്യം ചെയ്തത്, ആരും പറയാതെ നിർബന്ധിക്കാതെ ആദ്യം ചെയ്തത്, യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾ ആ സാഹചര്യം ഒന്ന് നോക്കണം, ആ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കണം. ചുറ്റുപാടും അഴുകി നാറുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിച്ച ഭക്തൻ, ആ ഭക്തനെ അവൻ്റെ മേൽ ദൈവിക വാഗ്ദത്തം നൽകി അനുഗ്രഹിച്ച ചരിത്രമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. രാവിലെ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. ഒത്തിരി കാര്യങ്ങൾ അഴുകി നാറുന്ന, ചീഞ്ഞു നാറുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മുടെ ചുറ്റുപാടും. ആത്മീയമായും മറ്റെല്ലാ ഏറിയകളും നോക്കിയാലും അഴുകി നാറുന്ന ഒരു ലോകത്തിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തെ ദൈവം മാനിക്കും, ദൈവം അനുഗ്രഹിക്കുമെന്ന് രാവിലെ ദൈവാത്മാവ് ഓർപ്പിക്കുക. സാഹചര്യം ഒരുപക്ഷെ അനുകൂലമല്ല, സാഹചര്യം പ്രതികൂലമാണ്, പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ പറ്റിയ സാഹചര്യമല്ല. എന്നാൽ അതിൻ്റെ നടുവിൽ യാഗപീഠം പണിത് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിക്കേ, അവിടെയാ ദൈവിക വാഗ്ദത്തം, അവിടെയാ ദൈവിക മഴവില്ല് എനിക്ക് നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ടു വരുന്നത്. സ്തോത്രം. ദൈവം പറഞ്ഞത്, ആ ഭാഗത്ത് ദൈവം പറഞ്ഞത്, ഇനി ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. നിർബന്ധം കൊണ്ടല്ല, കയ്യുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് എന്ന് പറയുമ്പം പറയുന്നതിനല്ല, അതുകൊണ്ടല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തോടെ ദൈവസ്ഥലുള്ള നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെയാണ് ദൈവിക വാഗ്ദത്തം നിറവേറുന്നത്. രാവിലെ ദൈവാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ലിറ്റിൽ ബെഞ്ചമിൻ become the leader of the tribe. And if you look at the story of Benjamin, God not only raised him as leader, but the entire descendants become leaders from that tribe. Do you know when the people of Israel asked for a king, God raised Saul from the tribe of Benjamin. And we know spiritually, the greatest apostle is not Peter. That is Saul or Paul, who became Paul. He is from the tribe of Benjamin. Then there were judges from that Benjamin tribe. God not only honored Benjamin, little Benjamin, but the entire
descendants become leaders from that tribe. And those who are, and we heard last week, Judah, the praising people, become princes, and Zebulun and Naphtali, who were in the battlefield, who raised their lives, or who risked their life, and they become princes and leaders among the nation. And I just mentioned from Genesis chapter 8, after the judgment, Noah and family came out from the ark without asking, without compulsion. He built an altar and he worshiped the Lord. And God's blessing and promises came upon that place. The surroundings were not favorable at that time. But in the midst of that, Noah worshiped the Lord. And if we are willing to worship the Lord, even though the situation surrounding may not be favorable to us today, but if we are willing to build an altar and worship the Lord as a family altar and worship the Lord, God will honor us in the city of Austin. 19-ാമത്തെ വാക്യത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ 68-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഈ ദൈവം നമ്മുടെ ഭാരം വഹിക്കുന്ന ദൈവമാണ്. Can we read that verse 19? നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ചുമക്കുന്ന, ക്യാരി ചെയ്യുന്ന ഈ ദൈവം. Blessed be the Lord who daily loads us with benefits. The verse 19 from that psalm. Loads of benefits. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ ടൺ കണക്കിന് മന്ന പൊഴിച്ചു കൊടുത്ത് നടത്തിയ ദൈവം ഓരോ ദിവസത്തേക്കും ആവശ്യമായ നന്മ തന്ന് നടത്തുന്ന ദൈവമാണെന്ന്. ആമേൻ. ഈ ദൈവം കരുതുന്ന ദൈവമാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ ഒരുക്കി വെച്ചതുമായ നന്മ എത്ര വലിയതാ. ഈ ദൈവം കരുതുന്ന ദൈവമാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല നന്മ, ഏറ്റവും വലിയ നന്മ ദൈവം ഒരുക്കിയത് നമുക്ക് രക്ഷയാണ്. ആമേൻ. സ്വന്തം പുത്രനെ ആദരിയാതെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ നന്മ എത്ര അധികം. ആമേൻ. രാവിലെ ദൈവമക്കളെ 40, 50, 60, 70 ഒക്കെ വയസ്സായ ഈ 60 വർഷം 70 വർഷമൊക്കെ നമുക്ക് ആവശ്യമായതെല്ലാം ടൺ കണക്കിന് തന്ന്, ഒന്നും മുടങ്ങാതെ വാരിക്കോരി തന്ന് നമ്മെ നടത്തിയ ഒരു ദൈവമല്ലേ. രാവിലെ എനിക്ക് പറയുവാൻ കഴിയും, കഴിഞ്ഞ 65 64 വർഷങ്ങൾ എൻ്റെ നന്മയൊന്നും മുടങ്ങാതെ ഓരോ ദിവസവും ചോദിച്ചതിൽ നനച്ചതിൽ അത്യന്തം പരമായി നന്മ തന്ന് നടത്തിയ ദൈവം ഈ ദൈവം കരുതുന്ന ദൈവമാണ്. അനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽ എനിക്ക് പറയുവാൻ കഴിയും, അവൻ നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ അവൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ സമർപ്പിക്കുവാനായിട്ട് കഴിയട്ടെ. The greatest blessing that we received is our salvation through Jesus Christ. ഇന്ന് രാവിലെ നമുക്ക് പാട്ടുകാരൻ പാടുന്നത് പോലെ അവൻ കരുതും, നൽകരുതൽ. മരണം വരെ നിൻ പാതയിൽ. രാവിലെ ആ ദൈവത്തിൽ നമുക്കൊന്നുകൂടെ
ഉറയ്ക്കുവാനായിട്ട് കഴിയട്ടെ. കം ബാക്ക് ടു വേഴ്സ് 28. ഇനി നമുക്ക് ആവശ്യം ഭക്ഷണവും ആഹാരവും വസ്ത്രവും ഒന്നുമല്ല, അത് തരാമെന്ന് ദൈവം പറഞ്ഞു. അവൻ നാൾതോറും ഭാരം ചുമക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആവശ്യം അനുദിന ജീവിതത്തിൽ ജീവിക്കാനുള്ള ബലമാണ്. ആമേൻ. ദൈവം പറയുക, അത് ഞാൻ കൽപ്പിച്ചിരിക്കുക, കൽപ്പിച്ച് തന്നിരിക്കുക. നിങ്ങൾ ആ വാക്യം ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് ധ്യാനിച്ചൊന്ന് വായിക്കണം. തരാമെന്നല്ല, കൽപ്പിച്ച് തന്നിരിക്കുകയാണെന്നാ പറഞ്ഞ്. ദൈവം നമുക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. Amen. Your God has commanded thy strength. Commanded means ordained, effectually procured. That means he has already deposited the strength in our account. നമുക്ക് ഓരോ ദിവസവും വേണ്ടിയ ഇന്നലത്തെ ബലമല്ല ഇന്ന് നമുക്ക് വേണ്ടിയത്. പ്രായമാകുന്നതിനനുസരിച്ച് നമുക്ക് ബലത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ ചെറുപ്പക്കാർക്ക് അത്രയും മനസ്സിലാകത്തില്ലായിരിക്കാം. ഞങ്ങളെപ്പോലുള്ളവർക്ക് ബലത്തിൻ്റെ ആവശ്യം നാൾതോറും ദിവസം തോറും ഓരോ ദിവസത്തിനും ആവശ്യമുള്ള ബലം, അതിൻ്റെ ആവശ്യം ഇപ്പം മനസ്സിലായിക്കൊണ്ടിരിക്കുക. ദൈവം പറയുക, ഞാനത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന്. എന്തിനാ? ആവശ്യമുള്ളപ്പം വിഡ്രോ ചെയ്യാൻ. നമുക്ക് ആവശ്യമുള്ളപ്പം അവൻ്റെ അടുക്കൽ ചെന്ന് ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ അയക്കുമ്പം അവർക്ക് വേണ്ടി ഒരു പ്രത്യേകം അക്കൗണ്ടൊക്കെ തുടങ്ങി നമ്മളൊക്കെ അവരുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. എനിക്കറിയാം, ഞാൻ ഓർക്കുന്നു, ജോൽ പോർട്രിക്കോയിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ അക്കൗണ്ടിൽ അവനാവശ്യമായ അത്യാവശ്യത്തിനുള്ള ചെറിയ ഡിപ്പോസിറ്റുകൾ ഞങ്ങൾ അയക്കാറുണ്ടായിരുന്നു. എന്തിനാണ്? ആവശ്യം വരുമ്പം വിഡ്രോ ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക, എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ അക്കൗണ്ടിലേക്ക് നിനക്ക് ആവശ്യമായ ബലം ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. രാവിലെ നീ ബലഹീനയായിരിക്കാം. രാവിലെ ദൈവാത്മാവ് പറയുക, കം ക്ലോസർ ടു ഹിം, ദ സോഴ്സ് ഓഫ് യുവർ സ്ട്രെങ്ത്, ആൻഡ് ഡ്രോ ഫ്രം ഹിം. രാവിലെ എത്ര പേര് ബലം ഏറ്റെടുക്കും? അവൻ ബലം കൽപ്പിച്ചാക്കിയിരിക്കുക. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച് ആരാധിച്ച് നിന്റെ ജീവിതത്തിന് ആവശ്യമായ ബലം ഇന്ന് രാവിലെ ഏറ്റെടുക്കട്ടെ. അവൻ ബലം കൽപ്പിച്ചിരിക്കുക, ബലം തന്നിരിക്കുക. അതുരഘടക ഹതുരാജക ശംഭവാനാരഗാദ. ഓ ജീസസ്. അതര ഹതുരാജക ശംഭബാബാബ. ഓ ജീസസ്. Hallelujah. Your God has commanded your strength. Children of God, whenever you need, whenever you feel weak in your body, in your soul, in your spirit, run to the source of strength and draw from his power and from his strength on an everyday basis. The Philippians chapter 4 verse 13 we read, Paul said, I can do all things through Christ Jesus who strengthens me. നമ്മെ ശക്തനാക്കുന്ന ദൈവം, ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവം. എപ്പോൾ ബലം വേണമോ അപ്പോൾ ഓടിച്ചെന്ന് റിസീവ് ചെയ്യുവാൻ, വിഡ്രോ ചെയ്യുവാൻ. യെശയ്യാ 40 നാം വായിക്കുന്നത്, we read in book of Isaiah chapter 40, he gives power to the weak, he gives power to the faint and increases the strength to the weak. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകരുന്നു. രാവിലെയും അവകളിൽ നിന്ന് ശക്തി ഏറ്റെടുക്കാം. യിരെമ്യാ പ്രവാചകന്റെ അടുക്കൽ ദൈവം കടന്നു എന്ന് ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പം യിരെമ്യാ പറയുന്ന വാക്കുണ്ട്, I'm weak, I'm young, I cannot do it. ദൈവം പറയുക, അല്ല, നിന്നെ ഞാൻ നിയമിച്ചിരിക്കുക, നിന്നെ ഞാൻ കണ്ടിരിക്കുക, നിന്റെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക നിനക്ക് ആവശ്യമായ ബലം. രാവിലെ ദൈവാത്മാ പറയുന്നത്,
നീ ബാലനാണ്, എനിക്ക് കഴിയത്തില്ല, ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഡു ദാറ്റ്, ഐ കാൻറ്റ് എന്ന് പറയുന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക, അല്ല, നിന്നെ ദൈവം കണ്ടിരിക്കുക, നിനക്ക് ആവശ്യമായ ബലം തന്നിരിക്കുക. ഗിദെയോന്റെ ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു. ഗിദെയോനെ ദൈവം വിളിക്കുമ്പോൾ മുന്തിരിച്ചക്കിൻ്റെ മറവിലിരുന്ന് മെതിച്ചുകൊണ്ടിരുന്ന, കോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ഗിദെയോനെ വിളിച്ചിട്ട്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിറക്കി എതിരെ നിൽക്കുന്ന ശത്രുവിനെ, മിദ്യാന്യ ശക്തിയെ തകർക്കാൻ വേണ്ടി ദൈവം കണ്ട് അടുത്തു വന്ന് പ്രത്യേകമായി ദൈവം സംസാരിക്കുമ്പോൾ ഗിദെയോൻ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലയോ യജമാനെ, ഞങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം സംഭവിക്കുന്നു, ഇതെല്ലാം നടക്കുന്നു, നീ ഞങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നത് എന്തെന്നൊക്കെ പറഞ്ഞേച്ച്, കഴിയത്തില്ല, ഞങ്ങളുടെ കുലം ഏറ്റവും ചെറുതാ, ഞാൻ ഏറ്റവും ചെറിയ കുലത്തിൽ നിന്നുള്ളതാ, ഞങ്ങളുടെ കുടുംബത്തിലെ ഇളയവനാ, എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയുവാൻ നോക്കുമ്പം ദൈവം അവനെ ഒന്ന് നോക്കി. എനിക്ക് ആ ഭാഗം വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ യഹോവ അവനെ നോക്കി. Book of Judges, chapter 6. Verse 12 onwards, we see the story of Gideon. When God came and asked him, go and fight against the Midianites, he was saying, no, I am the youngest one in the family. I can't do that. But what God did, God looked at him. ദൈവം അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണത്? Verse 15. Amen. When he was saying, I can't do that, I cannot do this, I'm the youngest, I'm the weakest, and I can't do that. But verse 14 it says, God looked at him and said, go with this strength. Go with this strength. എന്താ അതിൻ്റെ അർത്ഥം? What does that mean? ദൈവം അവനെ നോക്കിയപ്പോൾ തന്നെ അവന് ആവശ്യമായ ബലം അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ചു. ഒറ്റ നോട്ടത്തിൽ ദൈവം അവനെ നോക്കിയപ്പോൾ ആ നോട്ടം അവനെ ശക്തീകരിച്ചു. ഇന്ന് പകൽ ചിലരെ ദൈവം നോക്കുകയാ. ദൈവം ചിലരെ നോക്കുകയാ ഇന്ന് പകൽ. ദൈവത്തിന്റെ ദൃഷ്ടി എൻ്റെ നിന്റെ മേലും പതിക്കുന്ന നിമിഷങ്ങളാ. സബബ ഹതുര ജഗഷ. ഇന്ന് രാവിലെ ദൈവമക്കളെ അവങ്കിൽ നിന്ന് ശക്തി ഏറ്റെടുക്കണം. കഴിയത്തില്ല, എനിക്ക് I can't do this, it's difficult for me. രാവിലെ ദൈവാത്മാവ് കണ്ണ്, അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിച്ച് നമുക്ക് ബലം കൽപ്പിക്കുക. ബലം ഏറ്റെടുത്ത് ദൈവാത്മാവ് പറയുക, നിന്റെ ഈ ബലത്തോടെ പോക. ശിബാരബാബ. കഴിയത്തില്ലെന്ന് പറയുന്ന ഏരിയയിലേക്ക്, കഴിയത്തില്ലെന്ന് പറയുന്ന ആ ജോലിയിലേക്ക്, ആ പഠനത്തിലേക്ക്, ആ പ്രൊഫഷനിലേക്ക് ഇന്ന് പകൽ പോകുവാൻ, ദൈവിക ബലമേറ്റെടുത്ത് പോകുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽ കൽപ്പിക്കുക. ദൈവം ബലം കൽപ്പിച്ചിരിക്കുക. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുക. ഓ രാബര ഹാദര ഹതുര ജഗഷ അത്തിന ജഗരേ ദിഗാരക ശംബബാര ബാബ. തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്ന കണ്ണുകൾ. 2 ദിനവൃത്താന്തം 16:9 തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണുകൾ ഊടാടിക്കൊണ്ടിരിക്കുക. ശബബാബ. എന്തിനാ അവൻ നോക്കുന്നത്? നമ്മുടെ ബലം
നമ്മുടെ ബലം കാണാനും കാണിക്കാനുമല്ല, നാം വലിയവനാണെന്ന് കാണിക്കാനല്ല, തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, ദൈവത്തിന്റെ ബലം വെളിപ്പെടുത്തേണ്ടതിന്, ദൈവത്തിന്റെ മഹിമ വെളിപ്പെടുത്തേണ്ടതിന്. ഞാൻ മഹാനെന്ന് പറയാനല്ല, ഞാൻ ബലവാനെന്ന് പറയാനല്ല, എന്റെ ദൈവം ബലവാനെന്ന് പറയാൻ. ഓ ജീസസ്, ദൈവം ബലവാനെന്ന് പറയുവാൻ. Why God is giving us why God commanded the strength? Not to show that we are strong, but God, oh Lord, you are strong through Christ Jesus, by your strength. Hallelujah. There are a couple of things I wanted to share. Maybe I will take another time. Why God has commanded thy strength. ദൈവം ബലവാനെന്ന് കാണിക്കാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, വിഷയങ്ങളിൽ ഈ ദൈവം ബലവാനെന്ന് കാണിക്കാൻ ദൈവം ബലം പകരുകയാണ്. പല കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Book of Titus, chapter 2, verse 12 and 13. എന്തിനാ ബലം ദൈവം നൽകുന്നത്? Can we read that? Titus chapter 2, verse 12 and 13. Amen. മലയാളത്തിലെ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ നാം കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തികേട് വിട്ടുകളയണം, പ്രപഞ്ച മോഹങ്ങൾ വിട്ടുകളയണം, സുബോധത്തോടെ നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിപ്പാൻ ശിക്ഷിച്ചു വളർത്തുന്നു. എനിക്ക് ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ടു സേ നോ ടു അൺഗോഡ്ലിനെസ് ആൻഡ് വേൾഡ്ലി പാഷൻസ് ആൻഡ് ടു ലീവ് സെൽഫ് കൺട്രോൾഡ് upright and godly lives in the present age. Can you underline that? To say no to certain things. അതിനാണ് നമുക്ക് ബലം വേണ്ടിയത്. നമുക്ക് ബലം വേണ്ടിയത് ചിലതിനോട് നോ പറയാനാ. ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള ഒരു ഏരിയ അത്. മുറുകെ പറ്റുന്ന ചിലതിനോട് നോ പറയാൻ ദൈവം ബലം തരിക. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കാനാണ് നമുക്ക് ബലം. ഏറ്റവും അധികം ബലം വേണ്ടത് മുറുകെ പറ്റുന്ന ചിലതിനോട് നോ പറയുവാൻ. ഇന്ന് പലരും പരാജയപ്പെടുന്ന അവിടെയാ. പലതിനും അടിമപ്പെട്ടിട്ട് അവസാനം ബലഹീനതയാന്ന് പറഞ്ഞ് രക്ഷപ്പെടുക. എൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബലഹീനത, അത് എനിക്കും ഉണ്ടെന്ന് പറഞ്ഞ് പലരും രക്ഷപ്പെടുകയായിപ്പം. എന്നാൽ സങ്കീർത്തനക്കാരൻ 4:4 ഓർപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ട്രെമ്പിൾ ആൻഡ് ഡു നോട്ട് സിൻ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഡാളസ് വില്യാർഡ് എഴുതിയ ദ ഡിവൈൻ കോൺസ്പിറസി എന്നൊരു ബുക്കുണ്ട്. ഞാനതൊന്ന് വായിച്ചു. അതിനകത്തൊരു സ്റ്റോറി പറയുന്നുണ്ട്. I recently read a book written by Dallas Willard.
called divine conspiracy. The professor asked, what is a lie? What is a lie? Asked to a student. And he said, a lie is an abomination to God, but a very present help in trouble. ദൈവമുൻപാകെ അറപ്പാണെങ്കിലും പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പറ്റിയ മാർഗമാണ് ലൈ, കള്ളം പറഞ്ഞ്. ഇന്ന് പലരും കള്ളം പറഞ്ഞ് രക്ഷപ്പെടുക. ദൈവമുൻപാകെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, ദൈവം അംഗീകരിക്കുമോ എന്നും അറിയത്തില്ല. നമ്മൾ പറയുന്നതെല്ലാം ദൈവം അംഗീകരിക്കണമെന്നൊന്നുമില്ല. ഇന്ന് നാം എല്ലാറ്റിനും പുതിയ ഡെഫിനിഷൻ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞു, we redefine the word marriage. പലതിനും നാം ഇന്ന് പുതിയ ഡെഫിനിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. പലതും ഇന്ന് പാപമല്ലാതായിരിക്കുക. ഒരിക്കൽ പാപമായിരുന്നെന്ന് ആണെന്ന് നാം മനസ്സിലാക്കിയത്, വചനത്തിൽ നിന്ന് പഠിച്ചതും മനസ്സിലാക്കിയതും പിതാക്കന്മാർ പഠിപ്പിച്ചതുമായ പലതും ഇന്ന് പാപമല്ലാതായിരിക്കുക. Premarital sex is no more sin in today's world. Living together without marriage is common now. സോദോമ്യ പാപം പോലും ഇന്ന് മാമോദിസ മുഖ്യ എടുത്തിരിക്കുക ചില സഭകൾ. മറ്റു കാര്യങ്ങൾ ഞാൻ പോകുന്നില്ല, ഇന്ന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരിക്കൽ പാപമായിരുന്നു, ഒരു സ്ത്രീയെ നോക്കിയാൽ പോലും പാപമായിരുന്നു. ഞങ്ങളൊക്കെ വളർന്ന കാലത്ത് അങ്ങും ഇങ്ങും എല്ലാം കാണായിരുന്നു. അങ്ങോട്ട് നോക്കുന്നോ ഇങ്ങോട്ട് നോക്കുന്നോ. എന്നാൽ ഇന്ന് പോകുന്നിടത്തോട് അടിക്കുക, ഒന്നും പാപമല്ലാതായിരിക്കുക. ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന രാജ്യം, അതിൻ്റെ കൾച്ചർ, അതിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപക്ഷെ രക്ഷപ്പെടാൻ ഇപ്പോഴത്തേക്ക് പറ്റിയതാ. പക്ഷെ ദൈവമുൻപാകെ നിൽക്കുമ്പം കണക്ക് പറയേണ്ടി വരും. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഭക്തിയോട് തങ്ങൾ ഏകാഗ്ര ചിത്രതയോടെ ആയിരിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരുന്നത്. പരാജയപ്പെടരുത്, തള്ളപ്പെട്ടു പോകരുത്, തെറ്റിദ്ധരിക്കരുത്. There are things that no longer sin in today's world. The churches are also closing their eyes towards certain areas. They are silent. Adultery, premarital sex become common. Living together before marriage is a common practice today. The sin, sodomite sin, is legalized today. ഇതെല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവമുൻപാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. രാവിലെ സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ച ഭാഗം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. There are so many other areas that I will explain in the coming days. Why God has commanded His strength to us. ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ, പാപത്തോട് നോ പറയുവാൻ. To say no to ungodliness, worldly passions, to live a self-controlled, upright and godly lives in the present age. In the present age, ഇന്ന് ജീവിക്കാൻ ചിലതിനോട് നോ പറയണം.
ഭക്തിക്കൊത്ത ജീവിതം നയിക്കണം. അതിനുവേണ്ടി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഫാദേഴ്സ് ഡേയിൽ മാതാപിതാക്കളോട് പ്രത്യേകം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, വളരെ കരുതേണ്ട ദിവസങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണു വേണം, വളരെ ശ്രദ്ധിക്കണം. ട്രെയിൻ അപ്പ് അവർ ചിൽഡ്രൻ. മക്കളെ നമുക്ക് ദൈവവചനത്തിൽ ഉറപ്പിക്കാം, പഠിപ്പിക്കാം. ഒരു ദൈവകൃപയിൽ വളരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവരായിരിക്കുന്ന കാലഘട്ടവും പശ്ചാത്തലവും ഒരു വല്ലാത്ത കാലഘട്ടമാണ്. ഒരു വിശുദ്ധരായിരിക്കുവാൻ നമുക്ക് അവരെ ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ.